അത് പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, ആശയപരമായിട്ടല്ല. ഈ പുറത്തു പോകുന്ന ആളുകൾ എന്ന് പറയുന്നത്, ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവർ പുറത്തു പോയതിനു ശേഷം അതിനെ ആശയപരമാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കേരള കോൺഗ്രസ്സുകാർ UDF-ൽ നിന്ന് LDF-ലേക്കും LDF-ൽ നിന്ന് UDF-ലേക്കും പോകും. അവർ വെറുതെ ഞങ്ങൾ ഭരണത്തിനായിട്ട് അങ്ങോട്ട് പോവുകയാണ്, ഞങ്ങൾക്ക് അവിടെ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പോവുകയാണ്, ഞങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് പോവുകയാണെന്ന് അവർ പറയും. അവർ പറയില്ല. അവർ പറയുന്നതാണ് കർഷക വിരുദ്ധമാണ് മുന്നണി, പിന്നെ അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഒരു 10 കാര്യങ്ങൾ അവതരിപ്പിക്കും. ഇത്തരം ആശയങ്ങളുടെ പേരിലാണ് ഞങ്ങൾ പോയതെന്ന് പറയും. അത് സ്വാഭാവികമായിട്ടും പുറത്തു പോകുന്നവർ നോർമലി അതിനൊരു ആശയപരത, വ്യക്തി തങ്ങൾ വെറും ഈ പറഞ്ഞോണം പിണങ്ങിപ്പോയതല്ല, ഞങ്ങളുടെ മനസ്സിൻ്റെ സങ്കുചിത്വം കൊണ്ടുപോകുന്നതല്ല, ഞങ്ങളുടെ കയ്യിലിരിപ്പ്, വായിലിരിപ്പ്, വീട്ടിലിരിപ്പ്, നാട്ടിലിരിപ്പ്, ഒരു സെറ്റ് ഓഫ് തിങ്സ് ഉണ്ടല്ലോ, അതിനൊന്നും ഒരു പങ്കുമില്ല. പക്ഷെ ആശയമാണ്. ആശയപരമായിട്ടാണ് ഒരാൾ പുറത്തു പോകുന്നതെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ആശയപരമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഉറപ്പല്ലേ? ഇപ്പം ഞാനൊരു സംഘടനയിൽ നിന്ന് പുറത്തു പോകുകയാണെന്നല്ല, ആശയപരമാണെങ്കിൽ ഞാൻ ആശയം തെറ്റാണെന്ന് തെളിയിക്കും, അല്ലെ അതിനെ എതിർക്കും. അങ്ങനെയാണോ ഇങ്ങനെ ഈ പോകുന്നവർ ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അല്ല, സൈബർ സ്പേസിൽ അവരും അവരുടെ രീതിയിൽ അല്ല, ആശയമാണെങ്കിൽ ആശയമല്ലേ പറയാം. വ്യക്തി അവിടെ വരുന്നില്ലല്ലോ. ഞാനൊരു വ്യക്തിയും പറയാറില്ല. കാരണം വെച്ചാൽ ഞാൻ ആശയപരമായിട്ട് കാര്യങ്ങൾ കാണും. നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തികളുടെ കാര്യത്തിലൊന്നും ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതിൻ്റെ കാര്യമില്ല. അത് യൂസ്ലെസ് സില്ലി ബിസിനസ്. രവിചന്ദ്രൻ സി കൂടുതൽ എതിർക്കുന്നു, കുറച്ച് എതിർക്കുന്നു എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട്. അത് നമ്മൾ അവഗണിച്ചാൽ പോലും എതിർക്കപ്പെടേണ്ടതുണ്ട്. ഈ മതങ്ങളുടെ നിലപാടുകളോ ഇല്ലെങ്കിൽ മതങ്ങളുടെ ഇത്തരത്തിലുള്ള യുക്തിയില്ലായ്മയും എതിർക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആശയം എന്ന് പറയുന്നത്. ഇതിലേക്ക് സാറ് ശരിക്കും വരുന്നത് ഗോഡ് ഡിലൂഷൻ്റെ പഠനം ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒബ്സർവേഷൻ തയ്യാറാക്കിക്കൊണ്ട് ആ സമയത്ത് സംസാരിച്ചു തുടങ്ങുന്നു. ആ സംസാരിച്ചു തുടങ്ങുമ്പോൾ ആക്സിഡൻ്റലി ഇതിലേക്ക് വഴുതി മാറിയതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ തുടർന്ന് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടി വന്നു. അങ്ങനെയാണോ പരുവപ്പെട്ട് വന്നത്? അല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. ഞാൻ ബേസിക്കലി ഞാൻ 39 വയസ്സ് ആ സമയമൊക്കെയാണ് ശരിക്കും ഇതിനകത്ത് വരുന്നത്. നാസികനായ ദേവ് എഴുതുന്നു, അത് ആ പുസ്തകം സ്വീകരിക്കപ്പെടുന്നു. ഞാനൊരു ലാപ്ടോപ്പുമായിട്ട് കേരളമെമ്പാടും ഇങ്ങനെ സംസാരിക്കുന്നു. 20 പേര് 30 പേരൊക്കെ ഉള്ള സദസ്സുകൾ, പ്രത്യേകിച്ച് നോർത്ത് കേരളയിലാണ് കൂടുതലും പോയിട്ടുള്ളത്.